സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഈ ട്രംപ് അധികാരത്തിൽ വരുന്നത് കാത്തിരിക്കുകയാണ് ലോകം. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഓരോ രാജ്യക്കാർക്കും അവരവരുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നു. അപ്പോൾ ഇനി അധികാരത്തിൽ വരുമ്പോൾ പക്ഷേ ഈ നമ്മൾ ആദ്യം കണ്ട ട്രംപ് അല്ല ഇപ്പോൾ. ട്രംപ് ഒരു വലിയ കോർപ്പറേറ്റാണ്, സമ്മതിക്കാം. അതിൻ്റെതായ മാറ്റമായിരിക്കും ഒരുപക്ഷെ ഇത്തവണ കാണാൻ പോകുന്നത്. അമേരിക്കയിൽ ബൈഡന്റെ ഭരണം വലിയൊരു പരാജയത്തിലേക്ക് നീങ്ങിയതാണ് ഈ ട്രംപിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ലോകഗതിയിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പലരുടെയും വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ഏത് തരത്തിൽ വിലയിരുത്തും? ഒരു രക്ഷകൻ പടിഞ്ഞാറ് ഉദയം ചെയ്യും എന്ന് കിഴക്കിരുന്നു കൊണ്ട് നമ്മളിൽ ചിലർ ഒക്കെ ഇങ്ങനെ പടച്ചു വിടാറുണ്ട്. ആ രക്ഷകൻ ട്രംപ് തന്നെയാണോ എന്നതാണ് ഇവിടുത്തെ കതലായ ചോദ്യം. ലോക രക്ഷകനാണോ, യുദ്ധങ്ങൾ ഒഴിവാക്കുന്ന വിഖ്യാതനായ സമാധാന പ്രേമിയാണോ, അതോ യുദ്ധക്കൊതിയനായ ഒരു ട്രംപിനെയാണോ? ട്രംപ് റീലോഡഡ് ഒരു വലിയ ഒരു സെയിങ് ആണ്, മോദി 3.0 അല്ലേ? അതുപോലെ ഓരോന്ന് രണ്ടാമത്തെ ഊഴം നമ്മൾ പറയുന്നു, താലിബാൻ 2.0. അതുപോലെ ട്രംപ് 2.0യിൽ പ്രതീക്ഷിക്കാനുള്ളത് ട്രംപ് ഈസ് എ ടെസ്റ്റഡ് പേഴ്സൺ. 2016 ഹി വാസ് എൻ അൺടെസ്റ്റഡ് പേഴ്സൺ. ഇപ്പോഴങ്ങനെയല്ല. അദ്ദേഹത്തിന് ഹി ഹാസ് എ ഹിസ്റ്ററി ഓഫ് 4 years അണ്ടർ ഹിസ് ബെൽറ്റ്. ലോകം ഏറ്റവും അധികം സമാധാനം കണ്ട വർഷങ്ങളായിരുന്നു സത്യത്തിൽ 2016 മുതൽ 20 വരെ. കോവിഡാണ് ആ ശാന്തി, ആ സമാധാനത്തെ ഒരു സുന്ദരമായ ആലസ്യം. ഈ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടില്ല. 2014 ക്രൈമിയ യുദ്ധം കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ശാന്തമായി. ക്രൈമിയ റഷ്യ പിടിച്ചു, കൈവശമാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്ത് കാര്യമായ പോരാട്ടങ്ങളില്ല. ആഫ്രിക്ക പൊതുവേ ശാന്തമാണ്. അങ്ങിങ്ങ് ചില പൊട്ടിത്തെറികളുണ്ട്, എല്ലാം ശാന്തം. അതുകൊണ്ടാണ് ട്രംപ് വീണ്ടും വീണ്ടും പറയുന്നത്, നോക്കൂ, ഞാനൊരു സമാധാന പ്രേമിയാണ്. എൻ്റെ കാലത്ത് ഒരുത്തനും യുദ്ധം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ഞാനൊരു ഫോൺ എടുത്തങ്ങോട്ട് വിളിച്ചാൽ മതി, എൻ്റെ അടുത്ത ചങ്ങാതിയായ മിസ്റ്റർ പുടിൻ, വ്ളാഡിമിർ പുടിൻ ആയുധം താഴെ വെക്കും. അവർ അച്ചാനുമാണ് എന്നാണ് പറയുക. പക്ഷെ അത്രയ്ക്ക് ലളിതമായി കാണാവുന്ന ഒരു കാര്യമാണോ ഇത്? സങ്കീർണമാണ്. ഇപ്പോൾ 2 വിഷയങ്ങളാണ് ട്രംപിന്റെ പരിഗണനയിൽ ആദ്യം വരുന്നത്. 2 ഇന്റർനാഷണൽ ഇഷ്യൂസ്. ഡൊമസ്റ്റിക് ആണ് മാറി നിൽക്കട്ടെ, അത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഒന്ന് ചിട്ടപ്പെടുത്തുക, അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിച്ചു കൊണ്ടുവരിക, അതുപോലെ അമേരിക്കയുടെ ഗതകാല പ്രതാപം തിരിച്ചു പിടിക്കുക. ഇതൊക്കെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. വൈദേശികമായി 2 വിഷയങ്ങൾ. മത്സരം മോദിയും ട്രംപും തമ്മിലാണെന്നാണ് എൻ്റെ പക്ഷം. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് 2 പേരെ കമ്പയർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. മധ്യസ്ഥത വഹിക്കാൻ ഉക്രൈൻ റഷ്യ വിഷയം ആര് പറഞ്ഞാൽ ഒന്ന് തീരും. പുത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ വേണമല്ലോ. അതേപോലെ തന്നെ സെലൻസ്കിയോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ വേണമല്ലോ. 2 പേരെയും ധൃതരാഷ്ട്രാലിംഗനം നടത്തി തിരിച്ചെത്തി വിജയഗാഥകൾ എണ്ണി പറയുന്ന ആളാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ തന്നെ നിനപ്പതേ മുടിപ്പവൻ എന്ന് പറയുന്ന ട്രംപ് ഉണ്ട്. ഞാനൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ക്ലിപ്പിട്ടതുപോലെ യുദ്ധം നിർത്താൻ ഞാൻ പറഞ്ഞാൽ അവ നിൽക്കും എന്ന ആത്മവിശ്വാസം ട്രംപ് പറയുന്നു. ഇത് ഇന്ത്യ പറയുന്നത് ഒരു 2 കൂട്ടരോട് സംസാരിച്ച് ഒരു പാർശ്വ രീതിയിൽ പോകാമെന്ന് പറയുന്നു. ട്രംപ് പറയുന്നു അങ്ങനല്ല, ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ നിർത്തുക എന്നതാണ്. അതുപോലെ പലസ്തീൻ ഇസ്രായേൽ വിഷയം, ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ സാധ്യമാകണമെങ്കിൽ, ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ പലസ്തീനിയൻസിന് ഒരു സ്വയം നിർണയ അവകാശം ഉണ്ടാകണം. കാരണം ഇസ്രായേലിന്റെ നേർവാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് എന്നത് ഒരുപക്ഷെ ഇസ്രായേൽ അനുകൂലമായ ഒരുപാട് മനസ്സുകളുണ്ട്, അവർക്ക് സന്തോഷമായിരിക്കാം. പക്ഷേ പലസ്തീനിയൻസ് എങ്ങോട്ട് പോകും? അവർക്ക് ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട്, അടിവരായിട്ട് പറയുന്നു, ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട്, ജൂതരാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രമായി സൈഡ് ബൈ സൈഡ് നിലനിൽക്കാൻ ഓസ്ലോ കരാർ അനുസരിച്ചോ അതിനുശേഷമുള്ള ഒരു പ്രക്രിയ അനുസരിച്ചോ സാധിക്കണമെങ്കിൽ ശക്തമായ ഗ്യാരണ്ടി തരണം. ബൈഡൻ നേരത്തെ സാർ പറഞ്ഞതുപോലെ ദുർബലനായ ഒരു അമേരിക്ക കണ്ട ഏറ്റവും ദുർബലനായ പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഏതാണ്ട് മുന്തിയ സ്ഥാനമാണ് ഈ ജോ ബൈഡൻ ഉള്ളത്. പക്ഷെ ട്രംപ് അങ്ങനല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം പരിഹരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമേരിക്ക ആവശ്യമില്ലാതെ ഇടപെടൽ നടത്തരുത് എന്ന ആഗ്രഹമുണ്ട്. അത് നടപ്പാകുമെങ്കിൽ തീർച്ചയായും ട്രംപിൽ നിന്നും വളരെ പോസിറ്റീവായ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ട്രംപ് പ്രവചനാതീതനായ ഒരാളാണ്. നേരെ ചെന്ന്
കിം ജോങ് ഉന്നിനെ, കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന് കൈ കൊടുക്കാൻ ധൈര്യം കാട്ടുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ്, മുൻപിൻ നോക്കാതെ ചങ്കൂറ്റത്തോടെ ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ. അയാളെ നമ്മൾ പറയും വ്യവസായിയാണ്, വാണിജ്യ താല്പര്യങ്ങളാണ്, ബിസിനസ് താല്പര്യങ്ങളാണ്, എന്താണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് വിൽ നോട്ട് ബി കൺട്രോളിങ് ട്രംപ്. ട്രംപ് എന്ന വ്യക്തിയുടെ മേൽ ആർക്കും നിയന്ത്രണം ഉണ്ടാവില്ല. ഇനി വേണമെങ്കിൽ പറയും ഇലോൺ മസ്ക് ആണ് ട്രംപിനെ നിയന്ത്രിക്കുന്നത്. പണം എവിടെയുണ്ടോ അവിടെയാണ്. രണ്ടും കോടീശ്വരന്മാരാണ്. ഇലോൺ മസ്ക് തന്ത്രപരമായി ട്രംപിൽ ഹി ഇൻവെസ്റ്റഡ് ഇൻ വൺ മാൻ കോൾ ട്രംപ്. അതിന്റെ വർത്തമാനം തന്നെയുണ്ട്. ഇലോൺ ആയിരിക്കും ലോകം ഭരിക്കുന്നത്. കാരണം ഇലോൺ ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. അല്ലേ, വെൻ യു ഇൻവെസ്റ്റ് ഇൻ ദ പ്രസന്റ് യു വിൽ റീഡ് നോർമൽ ബെനിഫിറ്റ്, നോർമൽ ഗെയിൻസ്. പക്ഷെ ഭാവിയിലാണ്, ചൊവ്വാഗ്രഹമാണ് മനസ്സിൽ. ഇലോൺ മസ്കിന്റെ മനസ്സിൽ ചൊവ്വാഗ്രഹമാണ്. ഇലോൺ മസ്കിന്റെ മനസ്സിൽ ഭാവിയിലെ ഇന്ധനങ്ങളാണ്. അല്ലെങ്കിൽ ആ ഇന്ധനം കഴിഞ്ഞാൽ, ഇലക്ട്രിക് കാറുകളും കഴിഞ്ഞ് ടെസ്ലയും കഴിഞ്ഞ് ഇനി മുന്നോട്ട് പോകാനാവുമോ എന്ന് നോക്കുകയാണ്. അപ്പൊ എല്ലാം പുതുമ നിറഞ്ഞ ഒരു സമീപനമാണ്. ഇത് ട്രംപ് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ നീക്കങ്ങൾ നടത്താനുള്ള ഒരു വൈഭവം, ഒരു വില്ലിങ്നെസ്, ഡെയർ ഡെവിൽറി ഉള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഭാരതം പ്രതീക്ഷിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ പോലും ട്രംപ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഞാനായിരുന്നു പ്രസിഡന്റെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ട സംഭവിക്കുമായിരുന്നില്ല എന്ന് അത്രയും ധൈര്യപൂർവ്വം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച പറയണമെങ്കിൽ നിലപാടുള്ളൊരു മനുഷ്യനാണ് ട്രംപ്, അല്ലേ? ഡൊണാൾഡ് ട്രംപ് ഹാസ് എ പോളിസി ആൻഡ് എ പ്രോഗ്രാം ആൻഡ് എ കൺവിക്ഷൻ. അത് തുറന്ന് പറയാനും, മിൻസിങ് നോ വേർഡ്സ്, തുറന്ന് പറയാനും അദ്ദേഹം തയ്യാറാകുന്നു. മറ്റു പലരും പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇസ്രായേൽ ഈ പാലസ്തീൻ ഹമാസിനെതിരെ നിങ്ങൾ മര്യാദയ്ക്ക് ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്ന് പറയാൻ ബൈഡന് കഴിയില്ല, ട്രംപിന് പറ്റും. പ്രതിപക്ഷത്തിരുന്നുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭരണത്തിൽ എത്തിയിട്ടില്ല. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ വിടുക, മര്യാദയ്ക്ക് വിടുക, ഞാൻ വരുന്നു, 20-ാം തീയതി ഞാൻ ടേക്കപ്പ് ചെയ്യുകയാണ്, അതിനുശേഷം കാണാം. അതിന് മുമ്പ് എല്ലാം വൃത്തിവെടിപ്പുമായിരിക്കണം. അതൊരു ജന്മം തന്നെയാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളിലും ഒരു പക്ഷെ നിയന്ത്രണം ഉണ്ടാകാം, ചെലവ് ചുരുക്കൽ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ട്രംപ് പറയുന്നുണ്ട്. ഈ ഒരു രാജ്യങ്ങൾക്കും ഈ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെ പോലും സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അതിനകത്തൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും. പ്രത്യേകിച്ച് ചൈന പോലുള്ള ഇടങ്ങളിൽ പല മൾട്ടിനാഷണൽ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇന്ത്യക്ക് അനുകൂലമായി തീരത്തില്ല എന്തെങ്കിലും തരത്തിൽ. ട്രംപിനെ കുറിച്ചുള്ള ഭയാശങ്ക, ചൈനയ്ക്കുള്ള ഭയാശങ്ക, ചൈനീസ് എക്സ്പോർട്ട് ടു അമേരിക്ക വിൽ ബി കൺട്രോൾഡ്. 200% വരെ ടാക്സ്, മിനിമം 60% എങ്കിലും ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. ചിലപ്പോൾ നടന്നേക്കാം. ചൈന നിലനിൽക്കുന്നത് തന്നെ ചൈന ഒരു പ്രൊഡക്ഷൻ ബേസ് ആയതുകൊണ്ടാണ്. ചൈനയ്ക്ക് ഓവർസീസ് മാർക്കറ്റുകൾ, അമേരിക്കയും ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അവിടെ ട്രംപ് പോലെയുള്ള ദേശീയവാദി, ട്രംപ് ഒരു അമേരിക്കൻ ദേശീയവാദി കൂടിയാണ്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഈ ഇറക്കുമതി വളരെ ഹാനികരമാകുന്നു. അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ബേസ് എന്ന നിലയിൽ നിന്നും കൺസംഷൻ ബേസ് ആയിട്ട് മാറുകയാണ് എന്ന ട്രംപിന്റെ ഒരു കാഴ്ചപ്പാട്. അത് കുറച്ചൊക്കെ ശരിയാണ് താനും. ഇങ്ങനെ വന്നാൽ അത് ചക്കിന് വെക്കുന്നത് കൊക്കിന് കൊള്ളാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈനയ്ക്കെതിരെ വെക്കുന്നത് ഇന്ത്യക്കാണോ കൊള്ളാൻ പോകുന്നത് എന്ന ഒരു ആധി ഇന്ത്യക്കുണ്ട്. വിവരമുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കും. കാരണം ഇന്ത്യയിൽ നിന്നും ഉള്ള എക്സ്പോർട്ട്സും ഇതേ പരിധിയിൽ തന്നെ ചില ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് വരും, മറ്റു ചില കാര്യങ്ങൾ വരും. അങ്ങനെയെങ്കിൽ അത് നഷ്ടക്കച്ചവടമാകും. എന്നാൽ ട്രംപിന്റെ ആഭ്യന്തരമായ ടാക്സേഷൻ പോളിസി, ടാക്സ് ദ റിച്ച് ആൻഡ് സ്പെയർ ദ പുവർ എന്ന ഡെമോക്രാറ്റിക് പോളിസിക്ക് കടകവിരുദ്ധമായിരിക്കും. എല്ലാവരും ഭാരതത്തിന്റെ ഒരു പങ്ക് നികുതിയായി കൊടുക്കേണ്ടി വരും. അപ്പൊ നികുതി, കൂടുതൽ പേര് നികുതിയുടെ ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടെ നടത്തിയേക്കാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ബിസിനസ്സുകാരനായ ട്രംപ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഹി ഈസ് ട്രൈങ് ടു പുട്ട് ദി ഇക്കോണമി ഓഫ് അമേരിക്ക ബാക്ക് ഓൺ ട്രാക്ക്. ഇതാണ് ട്രംപിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്, വിദേശത്തും ആഭ്യന്തരമായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.